ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് വൈത്തിരിയിലെ ഒരു കപ്പിൾ ഫ്രണ്ട്ലി കോട്ടേജ് പ്രോപ്പർട്ടിയിലേക്കാണ്. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോവാം. ഈ പ്രോപ്പർട്ടിയിൽ മൊത്തത്തിൽ 7 കോട്ടേജസും അതുപോലെ 5 സ്യൂട്ട് റൂമാണുള്ളത്. അപ്പോൾ നമ്മൾ ഇനി ഇവിടുത്തെ കോട്ടേജ് റൂം എങ്ങനെയാണ്, ആ റൂമൊക്കെ എങ്ങനെയാണ് അവർ നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഒരു നേരെ തന്നെയാണ് ഇവിടുന്ന് വരുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് വേറൊരു സ്ഥലത്തൊക്കെ വന്നൊരു എക്സ്പീരിയൻസ് ആണ്. നല്ല ഭംഗിയായിട്ട് 7 കോട്ടേജസ് ഒരേ നിലയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഒരു കോട്ടേജ് ആ റൂമൊക്കെ എങ്ങനെ ചെയ്തേക്കെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് കോട്ടേജിലേക്ക് പോവാം. ഇവിടുത്തെ എല്ലാ കോട്ടേജുകളുടെ ഒരു സവിശേഷത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ കോട്ടേജിൻ്റെ ഒക്കെ അടിയിലായിട്ട് അവിടെ ഒരു ക്യാരംസ്, എല്ലാ കോട്ടേജിൻ്റെ അടിയിലും ഒരു ക്യാരംസ് ബോർഡ് ഉണ്ട്. അപ്പം നമുക്കിപ്പം ഒരു കപ്പിളായിട്ടോ അല്ലെങ്കിൽ ഒരു ഫാമിലി ആയിട്ടോ വരുമെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു സ്പേസ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ റൂമിൻ്റെ താഴെ തന്നെ അവരൊരു ക്യാരംസിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ സിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ പ്രൈവസി നമുക്ക് കളിക്കാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്കിനി റൂമും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മൾ ഈ കോട്ടേജിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു സിറ്റ് ഔട്ട് ഏരിയ എന്നൊക്കെ നമുക്ക് പറയാം കേട്ടോ. അതിൻ്റെ മേലൊരു ഓപ്പൺ ഗ്ലാസ് ഒക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു മഴയുടെ ആംബിയൻസ് ഒക്കെ ആണെങ്കിൽ നല്ല പൊളിയായിരിക്കും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റെപ്പ് കയറി വരുന്ന ഈ ഒരു എൻട്രൻസ് പോയിന്റിലേക്കാണ്. പിന്നെ നമ്മൾ ഈ ഒരു വ്യൂസിലേക്ക് വരുമ്പോൾ ഇതാണ് ബെഡ്റൂമിൻ്റെ എൻട്രൻസ്. ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. തണുപ്പ് എന്ന് പറഞ്ഞാൽ AC ഇട്ടിട്ടുണ്ട്, അതിൻ്റെ തണുപ്പാണ്. അല്ലാതെ തന്നെ ഫുള്ള് നാച്ചുറലായിട്ട് പക്ക നാച്ചുറൽ പ്രോപ്പർട്ടി തന്നെയാണ് കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ബാൽക്കണി ഉണ്ട്. ബാൽക്കണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിവർ വ്യൂ ആണ്, റിവറിലേക്കുള്ള വ്യൂ. പിന്നെ ഫ്രണ്ട് ഫുള്ള് നല്ല നാച്ചുറൽ ആയിട്ട് കുറേ മരങ്ങളും ട്രീസും ബാംബൂ ട്രീസും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 ചെയറൊക്കെ വെച്ച് നമുക്ക് അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നല്ല റിവർ വ്യൂ ഒക്കെ ആസ്വദിച്ചിട്ട് ഇരിക്കാൻ പറ്റും. പിന്നെ നമ്മളിതാ ബെഡ്റൂമിലേക്ക് കയറുമ്പം ബെഡ്റൂമിൽ ഇതാ ഫുള്ള് നല്ലൊരു കിങ് സൈസ് ബെഡ്. പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടോ ഈ ബെഡിന്റെ മേളിൽ തന്നെ അവർ ക്ലോക്കിന്റെ ഒരു സിമ്പിളൊക്കെ വെച്ചിട്ട് ഓപ്പൺ ആയിട്ട് ഒരു ക്ലോക്കൊക്കെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് വരുമ്പം ഇത് സോഫ കം ബെഡാണ്. അതായത് അറ്റ് എ ടൈം നിങ്ങളൊരു 4 പേരൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ 2 പേർക്ക് സുഖമായിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങാം. കാരണം ഈ ബെഡിന്റെ ഇവിടെ നിങ്ങോട്ട് വലിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ലെങ്ത്തിന് നല്ലൊരു സോഫ കം ബെഡായിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നല്ല ഭംഗിയായിട്ട് റൂം നല്ല ഭംഗിയായിട്ട് വാൾ പിക്ചറൊക്കെ വെച്ച് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സീലിംഗ് ഒക്കെ ഫുള്ള് നാച്ചുറൽ ആണ്. അതായത് ഓടിന്റെ ആണ്. നല്ല സീലിംഗ് ഒക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതെവിടെ സപ്ലൈസ്, ടീ കോഫി സപ്ലൈസ്, അതുപോലെ സോപ്പ് ഷാമ്പു കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാ നല്ല വലിയൊരു LED TV ഉണ്ട്, നമുക്ക് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു LED TV. പിന്നെ ഇതാ വാഷ്റൂമിലേക്ക് കയറുമ്പം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാഷ്റൂം ആയിട്ട് നല്ല സ്പേസ് ഉള്ള നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നല്ല ഭംഗിയായിട്ട് അടിപൊളിയായിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഈ വാഷ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഇവിടുത്തെ ട്വിൻ കോട്ടേജ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് 2 കപ്പിൾസോ 2 ഫാമിലിയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ അടുത്തടുത്തുള്ള 2 കോട്ടേജിലൊക്കെ സ്റ്റേ ചെയ്യാം. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ടുള്ള സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് ഏരിയയിലേക്കാണ്. റെസ്റ്റോറൻറ്റ് ഏരിയ പറഞ്ഞറിയിക്കാൻ പറ്റും. നിങ്ങൾ വന്ന് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഫുള്ള് ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് നല്ല കലാത്തിയ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഒരു നാച്ചുറൽ സെറ്റപ്പിൽ അവർ റെസ്റ്റോറൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം നല്ല സ്മോളസ്റ്റ് റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ ഇവിടെ ബൊഫറ്റ് കൗണ്ടറൊക്കെ അവർ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സിറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഉണ്ട്. അപ്പം അതൊരു നല്ല സൈലൻ്റ് ആയിട്ട് നല്ല കാമായിട്ടിരുന്ന് ഫുഡൊക്കെ കഴിക്കുന്ന നല്ലൊരു ആംബിയൻസിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വന്ന് തന്നെ ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെയാണ് അവർ ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. നല്ലൊരു ഭംഗിയായിട്ട് നല്ലൊരു സ്മോൾ റെസ്റ്റോറൻ്റ് ആണ്. ചുറ്റും നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഓപ്പൺ റെസ്റ്റോറൻ്റ് ആയിട്ട് നല്ലൊരു ആംബിയൻസിൽ നമുക്ക് ഇവിടുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഇതാണ് ഇവിടുത്തെ സ്വിമ്മിംഗ് പൂൾ ഏരിയ. അപ്പോൾ പൂളൊക്കെ നല്ല ഭംഗിയായിട്ട് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് ഇവിടെ ഒരു കിഡ്സ് പൂളുണ്ട്. ഇത് കോമൺ പൂളാണ്. കോമൺ പൂൾ നല്ല ലെങ്ത്തും ഉണ്ട്, അതുപോലെ നല്ല ഡെപ്തും ഉണ്ട്. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് നല്ലൊരു ടൈം നമുക്ക് ഈ പൂളിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ കിട്ടും. ചുറ്റും നല്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് പക്ക നാച്ചുറലായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നല്ലൊരു ടൈം നമുക്ക് ഈ പൂളിൽ തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റും.
നമ്മളപ്പോൾ അത് അവിടുത്തെ കിഡ്സ് പ്ലേ ഏരിയ, ക്യാമ്പ് ഫയർ ഏരിയയിലേക്കാണ് കടന്നു വന്നിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് അവരൊരു സ്പേസ് കണ്ടെത്തിയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതവിടെ സ്വിങ്, പിള്ളേർ വന്നിട്ട് കിഡ്സിനൊക്കെ ആണെങ്കിൽ അവിടെ സ്വിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതവിടെ ക്യാമ്പ് ഫയർ ഏരിയ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ബാർബിക്യൂ ചെയ്യാനും നൈറ്റ് ക്യാമ്പ് ഫയർ ഒക്കെയാണ് നല്ല ആംബിയൻസ് ആയിരിക്കും. ഇതിൻ്റെ മേളിൽ ലൈറ്റ്സ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഡേ ടൈം ആയതുകൊണ്ടാണ്, നൈറ്റൊക്കെ ആണെങ്കിൽ നല്ല ലൈറ്റ്സ് ഒക്കെ വെച്ച് നല്ല ഭംഗിയായിട്ടുണ്ടാവും, നല്ലൊരു ആംബിയൻസ് ആയിരിക്കും. പിന്നെ ഇതവിടെ ക്യാമ്പ് ഫയർ ഏരിയ ചെയ്തേക്കുന്നത്, ഇവിടെ ഇരിക്കാനുള്ള ഒരു സിറ്റിംഗ് ഏരിയ ഒക്കെ നമ്മുടെ തെങ്ങിൻ്റെ തടിയൊക്കെ വെച്ചിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. ഇപ്പോൾ നൈറ്റ് ഒരു ഗ്രൂപ്പായിട്ടോ ഫാമിലി ആയിട്ടൊക്കെ വരുന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഇവിടെ എൻജോയ് ചെയ്യാം കേട്ടോ. ഫുള്ള് ലൈറ്റ്സ് ഒക്കെ ആയിട്ട് നല്ല ആംബിയൻസ് ആയിരിക്കും നൈറ്റൊക്കെ. ഇപ്പോൾ ബാർബിക്യൂ ചെയ്യണമെങ്കിൽ ബാർബിക്യൂ ചെയ്യാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഈ ക്യാമ്പ് ഫയറിനെയും കിഡ്സ് പ്ലേ ഏരിയയൊക്കെ ചെയ്തിരിക്കുന്ന ഈ ഒരു സൈഡിൽ തന്നെ ഇതവിടെ ഒരു റിവറിൻ്റെ ഒരു വ്യൂവും കൂടെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ സൈഡിലായിട്ട് ഒരു റിവറും കൂടെ ഒഴുകുന്നുണ്ട്, നല്ല റിവർ വ്യൂ ഉണ്ട്. അപ്പം നമുക്ക് എന്താ പറയുക, ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് ബാച്ചിലേഴ്സൊക്കെ ആയിട്ട് വന്നാൽ മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി പ്രോപ്പർട്ടിയാണ്. കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ ഇവർ ഗാർഡനൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗാർഡൻ്റെ ഫ്രണ്ടിലായിട്ട് അതായത് ഇവിടെ ഊഞ്ഞാൽ, കുറച്ച് ബെഞ്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഇങ്ങനെ ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ നാച്ചുറൽ ആയിട്ടുള്ള സെറ്റപ്പ് ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ ഒരുപാട് ടൈമൊക്കെ ഇങ്ങനെ സ്പെൻഡ് ചെയ്തിരിക്കാൻ പറ്റും നല്ലൊരു ഏരിയ. ഈ റിവറിൻ്റെ സൈഡിലായിട്ട് ഇവിടെ ഗാർഡൻ ഏരിയയിൽ നല്ലൊരു ബാലി സ്റ്റൈൽ ഊഞ്ഞാലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കപ്പിളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് എന്താ പറയുക, ഇവിടുത്തെ ഫോട്ടോസൊക്കെ എടുക്കാൻ ഇതിൻ്റെ ഈ ഊഞ്ഞാലിൻ്റെ കണ്ടാൽ തന്നെ അറിയാം. നമുക്ക് ബാലിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഊഞ്ഞാലൊക്കെ ഉണ്ട്. അപ്പോൾ കപ്പിളൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നല്ല അടിപൊളി നല്ല ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ നല്ല ഏരിയ കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ ഊഞ്ഞാലൊക്കെ ആടി റിവറിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഈ ഫുള്ള് ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഒക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. ഇതിവിടുത്തെ പാർക്കിംഗ് ഏരിയ ആണ്. അപ്പം നമുക്ക് വണ്ടിയൊക്കെ ആയിട്ട് വരുമ്പം കുറച്ചധികം വാഹനങ്ങളൊക്കെ ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും. നല്ല സ്പേഷ്യസ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തേക്കുന്ന ഒരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് ഇവിടെ. നമ്മളിനി പോകുന്ന ഇവിടുത്തെ ഡീലക്സ് റൂം കാറ്റഗറിയിലേക്കാണ്. അപ്പം റൂമിൻ്റെ ഫെസിലിറ്റീസ് ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെയാണ് എൻട്രൻസ് പോയിന്റ്. എൻട്രിയിലേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഇവർക്ക് സെപ്പറേറ്റ് തന്നെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് നമുക്ക് വേറൊരു എൻട്രി ഉണ്ട്. അപ്പോൾ സെപ്പറേറ്റ് തന്നെ ഒരു കാർ പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ എൻട്രൻസ്. അപ്പോൾ നമുക്ക് റൂമൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഈ കോമ്പൗണ്ടിൽ ടോട്ടൽ 5 ഡീലക്സ് റൂമാണുള്ളത്. 5 ഡീലക്സ് റൂമിന് സെപ്പറേറ്റ് ബാൽക്കണി ഉണ്ട്. അതുപോലെ നമുക്ക് ഡീലക്സ് റൂമിന്റെ കയറുന്ന ഈ എൻട്രൻസിന്റെ സൈഡിലായിട്ട് തന്നെ ഇവിടെ ഒരു ഗാർഡൻ ഏരിയ, ഒരു ഊഞ്ഞാലും ബെഞ്ചും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇത് അവിടെ ഒരു സപ്പോർട്ട മരമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് റൂമിലേക്ക് പോവാം. ഡീലക്സ് റൂമൊക്കെ എങ്ങനെയാണ് അവർ ചെയ്തേക്കുന്നത് നോക്കാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ഡീലക്സ് റൂമിന്റെ ഫ്രണ്ടിലാണ് കേട്ടോ. അപ്പോൾ എൻട്രി പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെ നിൽക്കുന്ന നല്ല കൂൾ ആംബിയൻസ് ആണ്, നല്ല തണുത്ത കാറ്റൊക്കെയാണ്. അപ്പോൾ നമുക്ക് റൂമിലേക്ക് കയറാം. റൂമൊക്കെ എങ്ങനെ ചെയ്തേക്കുന്നത് നമുക്ക് നോക്കാം. റൂം നല്ല എയർ കണ്ടീഷൻ റൂമാണ്, AC റൂമാണ്. നല്ല ഒരു ബെഡൊക്കെ നല്ല അത്യാവശ്യം 2 പേർക്കൊക്കെ സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ബെഡൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല സ്പേഷ്യസും ഉണ്ട്, സ്പേഷ്യസ് ഉള്ള റൂമാണ്. പിന്നെ അവിടെ ടീ കോഫി സപ്ലൈസ്, നമ്മുടെ ബാത്റൂം അമ്യൂണിറ്റീസ് ഒക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പിന്നെ ബാത്റൂം വരുന്നത്. ബാത്റൂം ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്, സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. പിന്നെ അതുപോലെ ഈ റൂമിന്റെ വേറൊരു സവിശേഷതയാണ് ബാൽക്കണി ഉണ്ട് കേട്ടോ. എല്ലാ റൂംസിനും ബാൽക്കണി ഉണ്ട് ഇവിടെ. ബാൽക്കണി ഒക്കെ നല്ല 2 ചെയറൊക്കെ വെച്ചിട്ട് അത്യാവശ്യം നല്ല വ്യൂ ഒക്കെ ആയിട്ട് 100% സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി പ്രോപ്പർട്ടിയാണിത്. ഈ പ്രോപ്പർട്ടി നിങ്ങൾ ഡയറക്റ്റ് വന്ന് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യണം. 100% ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, തീർച്ചയായിട്ടും നിങ്ങൾ സാറ്റിസ്ഫൈ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ടാണ് വിളിക്കുന്നതെന്ന് ഞങ്ങളോട് പറയുകയാണെങ്കിൽ ഒരു 10% കൂടെ ഞങ്ങൾ ഡിസ്കൗണ്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ വീഡിയോകൾ കാണുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ നോട്ടിഫിക്കേഷനായിട്ട് ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ കൂടുതൽ നിങ്ങൾ ഈ പ്രോപ്പർട്ടിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടിയിട്ട് താഴെ ഞങ്ങൾ നമ്പർ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ആ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സൈനിങ് ഓഫ് ജിതിൻ.